ഇതുപോലെ KSRTC ബസ് ഓടിച്ചേർന്നിട്ടുള്ള ഒരു ഗതാഗത മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും. ഒരു ലിസ്റ്റിൽ എടുത്തു വയ്ക്കാവുന്ന അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, ഉദാഹരണത്തിന് പണ്ടൊക്കെ സൺഫിലിം ഒട്ടിച്ചൊരു കാറ് പോയി കഴിഞ്ഞാൽ അത് നിരത്തിൽ വെച്ച് തന്നെ MVD പിടിക്കുകയും അവിടെ വെച്ച് തന്നെ ആ സ്റ്റിക്കർ പറിച്ചു മാറ്റാനായിട്ട് യാത്രക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം അദ്ദേഹം MVDക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ സഞ്ചരിക്കുന്ന വണ്ടികൾക്ക് ഫൈൻ അടിക്കാം, അതല്ലാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരെ റോഡിൽ നിർത്തി കഷ്ടപ്പെടുത്തരുത് എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അതൊരു പരിധിവരെയൊക്കെ MVD പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് അങ്ങനത്തെ ഒരു നിയമം തന്നെ എന്ന് പോലും ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. വെറുതെ ഒരു കോമഡി നിയമമാണെന്നേ. ഡൽഹിയിലും മുംബൈയിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒട്ടിച്ചുകൊണ്ട് കിഡ്നാപ്പിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിലാകെ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതിന്റെ പേരിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാതിരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആരുമില്ല. കിഡ്നാപ്പ് ചെയ്യേണ്ടവൻ കിഡ്നാപ്പ് ചെയ്തിരിക്കും. അത് സഞ്ച വണ്ടിയിലായാലും അല്ലാത്ത വണ്ടിയിലായാലും ചെയ്തിരിക്കും. ഇവിടെ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ചൂടേറ്റ് പോവേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന, അതറിയാൻ പറ്റുന്ന ഒരു മന്ത്രി വേണം. അങ്ങനെ ഒരു മന്ത്രിയാണ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ.